കടന്നുപോവുകയാണ്. ഏകാധിപതികളായ ഭരണാധികാരികൾ ലോക ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചുകൊണ്ടും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടും അവർ തേരോട്ടം നടത്തിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഏകാധിപതികളായ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഒരു സത്യം തിരിച്ചറിയണം. അവരുടെ വഴിയിലൂടെ പോകുന്ന ഏകാധിപതികളായ നേതാക്കളും ഒരു സത്യം തിരിച്ചറിയണം. കാരണം അവരെയെല്ലാം ജനങ്ങളുടെ പ്രതിരോധം സൃഷ്ടിച്ച്, ചെറുത്തുനിൽപ്പ് സൃഷ്ടിച്ച് ആ ഏകാധിപതികളായ ഭരണാധികാരികളെല്ലാം അന്ധകാരത്തിലേക്ക് മാഞ്ഞുപോയിട്ടുണ്ട്. എല്ലാവരും മറക്കരുത്. ഇതൊരു വലിയ പോരാട്ടമാണ്. ഈ രാജ്യത്ത് അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ 10,000-കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ കൊടുത്തു പടുത്തുയർത്തിയ നമ്മുടെ ഈ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ആ സ്വാതന്ത്ര്യത്തിന്റെ ഉൽപ്പന്നമാണ്, ആ പോരാട്ടത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ, തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഭരണകൂടം അവർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ മുഴുവൻ അട്ടിമറിക്കുക. നിങ്ങൾ നോക്കണം, തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തുകയാണ്. അവരധികാരത്തിലിരിക്കുന്നത് നമ്മുടെ നാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചാണ്. ബഹുമാനായ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, നമുക്കറിയാം, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുഗ്രഹത്തോടുകൂടി ഇന്ത്യയിലെ സംഘപരിവാർ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ ക്ഷീണമായ ശ്രമങ്ങളെ തുറന്നു കാട്ടുകയുണ്ടായി. ഞാൻ അഭിമാനിക്കുന്നു, നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. രാഹുൽ ഗാന്ധി നമ്മുടെ പ്രിയങ്കരനായ നേതാവാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുതാര്യമാക്കാനുള്ള പോരാട്ടത്തിന് അദ്ദേഹം സുധീരമായ നേതൃത്വം കൊടുക്കുന്നു. ഏകാധിപതികളായ ഭരണാധികാരികളുടെ മുന്നിൽ തലകുനിക്കാതെ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്, ഒരു പോരാളിയായി നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ ഈ രാജ്യത്തെ രക്ഷിക്കാൻ പോരാളിയായി നിൽക്കുമ്പോൾ ആ മനുഷ്യനെ നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ കഴിയുമോ? നമ്മളെല്ലാവരും ചേർന്ന് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ നിറഞ്ഞു നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ആ മനുഷ്യന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നമ്മൾ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. ഈ രാജ്യത്ത് തെറ്റായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറിയ മോഡി ഭരണത്തിനെതിരായ ജനകീയ പ്രക്ഷോഭണത്തിന്റെ തുടക്കമായി ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന സമരം മാറും. നമ്മൾ ഏകാധിപതിയെ തോൽപ്പിക്കും. സംഘപരിവാർ ഭരണകൂടത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി നമ്മൾ താഴെ ഇറക്കുക തന്നെ ചെയ്യും. ഈ രാജ്യത്ത് നമ്മൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കും. ഇവിടെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് ഉറപ്പുവരുത്തും. അതിന് പിന്തുണയുമായിട്ടാണ് ഈ നൈറ്റ് മാർച്ച് നടത്തുന്നത്. അതിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അനൗൺസ്മെന്റ് വാഹനം കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ആദ്യം ഈ അനൗൺസ്മെന്റ് വാഹനം കടത്തി
ഈ അനൗൺസ്മെന്റ് വാഹനത്തിൽ കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വാഹനത്തിൽ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിഘടനവാദികൾ ഞാന് സൈഡിൽ സ്റ്റേജിന്റെ ഓനെ വിളിക്കണ ഐതിഹാസികമായ നൈറ്റ് മാർച്ചിനായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. കള്ളൻ കപ്പലിൽ തന്നെ സുഖവാസം അനുഭവിക്കുമ്പോൾ വേദാന്തം പറഞ്ഞു പത്തേ പൊതിഞ്ഞ കള്ളം പറഞ്ഞു വോട്ടുകളുടെ അട്ടിമറി നടത്തി ഭരണത്തിന്റെ പാണ്ഡം ചുമന്ന് സിംഹാസനത്തിൽ കാലിൽ കാലുകേറ്റിയിരിക്കുന്ന ഭരണപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങളെ തെളിവുകളുടെ പകൽ വെളിച്ചത്തിൽ തുറന്നുകാട്ടി മതരാഷ്ട്രം പണിയുന്ന മതേതര ജനാധിപത്യ വിരുദ്ധ BJP സർക്കാരിന്റെ വെളിഞ്ഞിരിക്കുന്ന മുഖം വെളിച്ചത്ത് കൊണ്ടുവന്ന വിശ്വസ്തനായ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷയുടെ പേരേടുകൾക്ക് കാവൽ നിൽക്കുന്ന രാജ്യത്തിന്റെ കാവൽ പടൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുടെ മഹാറാലി തീർത്തുകൊണ്ട് ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചുമായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ആണ്ടേക്കൊരിക്കലൊരു ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം. അച്ഛൻ പഠിപ്പിച്ച വാചാപ്രസംഗത്തിൽ ഉച്ചത്തിലോതുന്ന വാക്കിലോ ഭാരതം. വർഷപരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം. എവിടെയൻ ഭാരതം, എവിടെയൻ സോദരൻ. ഭാരതമൊരു പൂങ്കാവനമെന്ന് ചൊല്ലി കവികളും നാമതിലെ കുസുമങ്ങളും ഏറ്റുപാടി നമ്മളും തെറ്റുകുണഞ്ഞതാർക്കാണ് നമ്മൾക്കോ കവികൾക്കോ ഇന്ത്യയെ തകർത്തിടുന്ന ഭരണവർഗത്തിനോ. നാനാജാതി മതസ്ഥരും അവ കോർത്തിണക്കിയ വർണ്ണാഭമായ സംസ്കൃതിയും കൊണ്ട് മനോജ്ഞമായിരുന്ന ഭാരതാംബയെ വർഗീയതയുടെ നാനാക്കി മാറ്റിയ
അനാഥവിലാസങ്ങളിൽ അവരങ്കാലങ്ങളിൽ നടത്തിയ പഠിപ്പിക്കുന്ന കള്ളവെട്ടുകാർ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ അധികാരം പാലിക്കുന്നു. തിരിച്ചറിയുന്ന ശബ്ദങ്ങളെ ആയുധങ്ങളിൽ കൊണ്ട് തകർക്കുമ്പോൾ കളങ്കാഭിഷേകം കൊണ്ട് കാതലെന്ന രാജ്യത്തിന്റെ വിശുദ്ധിയെ പിടിച്ചെടുക്കാൻ രാജ്യത്തിന്റെ തിരുവിതരങ്ങളിൽ പ്രതിപക്ഷമായതും അതിമതവാദ അന്യായത്തിന്റെ പങ്കുവെക്കാതെ രാജ്യവിരുദ്ധത്തിന് ചങ്കൂറ്റത്തിന്റെ പ്രതിസരങ്ങൾ ഉന്നയിച്ച ജനനേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുടെ തിരമാല തീർത്തുകൊണ്ട് ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി. എറണാകുളം DCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ ഫ്രീഡം നൈറ്റ് മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി. കേരളത്തിന്റെ പ്രതിഭാതനായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ B.D. സതീശനും എറണാകുളം DCCയുടെ അമരക്കാരൻ ശ്രീ മുഹമ്മദ് ഷിയാസും നയിക്കുന്ന ഐതിഹാസികമായ ഫ്രീഡം നൈറ്റ് മാർച്ചിനായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ഇതാ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കുതന്ത്രങ്ങളുടെ കഥകളും അനാഥവിലാസങ്ങളിൽ ഒത്തുചേർത്ത് കാവയുടെ മരണ പതാക പിടിച്ച രാഷ്ട്രവിരുദ്ധരുടെ കപട സഞ്ചാരത്തെ വഴിതടഞ്ഞ് ചോദിക്കേണ്ട ഗതി സംജാതമാകുമ്പോൾ അനർഹതയുടെ കുപ്പായമിട്ട അധികാരത്തിന്റെ ഇരുതീർത്തതയും അതേതര വിരുദ്ധതയുടെ ജ്വാല ഉയർത്തുന്ന കപടമുഖകാരികൾക്ക് കള്ളവോട്ടിന്റെ കറുത്ത കുടികൊണ്ടുപോയി രാജ്യത്തിന്റെ ഗോപുരത്തെ കളങ്കാഭിഷേകം നടത്തിയ BJPയുടെ രാജ്യദ്രോഹങ്ങളെ ജനസമക്ഷം ചോദ്യം ചെയ്ത രാജ്യത്തിന്റെ പ്രതിപക്ഷ പ്രജാപതി ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുടെ മഹാറാലിയൊരുക്കിക്കൊണ്ട് എറണാകുളം DCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ ഫ്രീഡം നൈറ്റ് മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി നാടും നഗരവും ഇളക്കിമറിച്ച് പ്രതിഷേധത്തിന്റെ സമരജ്വാലകൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിന്റെ പ്രതിഭാതനായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ B.D. സതീശനും എറണാകുളം DCCയുടെ അമരക്കാരൻ ശ്രീ മുഹമ്മദ് ഷിയാസും നയിക്കുന്ന ഐതിഹാസികമായ നൈറ്റ് മാർച്ചിനായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ആശീർവദിക്കുക പ്രിയമുള്ളവരെ, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. ഇന്ത്യയുടെ പൈതൃകം കളങ്കപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ വാതായനങ്ങൾ കൊട്ടിയളച്ച് നീതിയുടെ കണ്ണുകുത്തി കള്ളവോട്ടുകളുടെ കൊള്ളകൊണ്ട് കൊല്ലങ്ങളായി കിരീടമണിഞ്ഞ് കൊള്ളരുതായ്മകളുടെ കല്ലുമഴ തീർക്കുന്ന കേന്ദ്ര സർക്കാർ അനാഥവിലാസങ്ങളിൽ വോട്ട് ചേർത്ത് ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം വാങ്ങി ജനസേവനത്തിന്റെ കപടമുഖമണിഞ്ഞ് മതരാഷ്ട്രത്തിന്റെ ഗീത പാടുന്ന ഭരണാധികാരിയുടെ മാറിനാണം കെട്ട ഈ നാടകത്തിന്റെ കഥയൊരുക്കിയ അധികാരി കോമാളികളുടെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ ചങ്കൂറ്റത്തിന്റെ ചന്തമുള്ള രാജ്യത്തിന്റെ പ്രതിപക്ഷ നായകൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് സത്യത്തിന്റെ ജാലകങ്ങൾ തുറക്കാൻ പിന്തുണ തീർക്കുന്ന ഫ്രീഡം നൈറ്റ് മാർച്ചിത ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ആണ്ടേക്കൊരിക്കൽ ഓഗസ്റ്റ് 15 അരുമയായി നുണയുന്ന മധുരമോ ഭാരതം, അച്ഛൻ പഠിപ്പിച്ച വാചാപ്രസംഗത്തിൽ ഉച്ചത്തിലോതുന്ന വാക്കിലോ ഭാരതം, വർഷപരീക്ഷയ്ക്ക് വേഗം വരയ്ക്കുന്ന വർണ്ണമേളം കൊണ്ട വരയിലോ ഭാരതം, എവിടെയൻ ഭാരതം എവിടെയൻ സോദരൻ, ഭാരതം ഒരു പൂങ്കാവനമെന്ന് ചൊല്ലി കവികളും നാമതിലെ കുസുമങ്ങളും ഏറ്റുപാടി നമ്മളും തെറ്റുപിണഞ്ഞതാർക്കാണ് നമ്മൾക്കോ കവികൾക്കോ ഇന്ത്യയെ തകർത്തിടുന്ന ഭരണവർഗത്തിനോ? അനാഥവിലാസങ്ങളിൽ അപരന്താലയങ്ങളിൽ വോട്ടിന്റെ തിരുമറികൾ നടത്തി അത്തുമറിയതക്കമറിയാത്ത കള്ളരേഖകൾ ചമച്ച് ഒരു രാജ്യത്തിന്റെ അധികാരികൾ
കള്ളന്മാർക്ക് വേദം പഠിപ്പിക്കുന്ന കള്ളവോട്ടുകളിൽ ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ അധികാരം വാഴുമ്പോൾ തിരിച്ചടിയുടെ ശബ്ദങ്ങൾ അനീതിയുടെ ആയുധങ്ങൾ കൊണ്ട് തച്ചു തകർക്കുമ്പോൾ കളങ്കാഭിഷേകം കൊണ്ട് കറപുരണ്ട ഒരു രാജ്യത്തിന്റെ വിശുദ്ധിയെ തിരിച്ചെടുക്കാൻ രാജ്യത്തിന്റെ തെരുവിലിറങ്ങിയ പ്രതിപക്ഷ നായകൻ അടിപതറാതെ അന്യായത്തിന്റെ പങ്കുപറ്റാതെ രാജ്യവിരുദ്ധർക്കെതിരെ ചങ്കൂറ്റത്തിന്റെ പ്രതിഷേധങ്ങൾ ഉന്നയിച്ച ജനനേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം DCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഐതിഹാസികമായ ആവേശോജ്വലമായ പ്രതിഷേധത്തിന്റെ സമരജ്വാലകൾ ഉയർത്തിക്കൊണ്ടുള്ള ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിനായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കേരളത്തിന്റെ പ്രതിഭാധനനായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശനും എറണാകുളം DCCയുടെ അമരക്കാരൻ ശ്രീ മുഹമ്മദ് ഷിയാസും നയിക്കുന്ന നൈറ്റ് മാർച്ചിനായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. തൃശൂർ എടുത്തതല്ല, കട്ടതാണ്. ആര്? അനാഥവിലാസങ്ങളിൽ അപരന്റാലയങ്ങളിൽ വോട്ടിന്റെ തിരിമറികൾ നടത്തി അട്ടിമറിയുടെ അക്കമറിയാത്ത കള്ളരേഖകൾ ചമച്ച് ഒരു രാജ്യത്തിന്റെ അധികാരികൾ കള്ളന്മാർക്ക് വേദം പഠിപ്പിക്കുന്ന കള്ളവോട്ടുകളിൽ ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ അധികാരം വാഴുമ്പോൾ തച്ചു തകർക്കുമ്പോൾ കളങ്കാഭിഷേകം കൊണ്ട് കറപുരണ്ട ഒരു രാജ്യത്തിന്റെ വിശുദ്ധിയെ പിടിച്ചെടുക്കാൻ രാജ്യത്തിന്റെ തെരുവിലിറങ്ങിയ പ്രതിപക്ഷ നായകൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം DCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിന് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. കള്ളൻ കപ്പലിൽ തന്നെ സുഖവാസം അനുഭവിക്കുമ്പോൾ വേദാന്തം പറഞ്ഞ് പത്തിൽ പൊതിഞ്ഞ കള്ളം പറഞ്ഞ് വോട്ടുകളുടെ അട്ടിമറി നടത്തി ഭരണത്തിന്റെ പാണ്ഡം ചുമന്ന് സിംഹാസനത്തിൽ കാലിൽ കാലുകുത്തിയിരിക്കുന്ന ഭരണപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കുതന്ത്രങ്ങളെ തെളിവുകളുടെ പകൽ വെളിച്ചത്തിൽ തുറന്നുകാട്ടി മതരാഷ്ട്രം പണിയുന്ന മതേതര ജനാധിപത്യ വിരുദ്ധ BJP വിശ്വസ്തനായ BJP സർക്കാരിന്റെ വെളിഞ്ഞിരിക്കുന്ന മുഖം വെളിച്ചത്ത് കൊണ്ടുവന്ന വിശ്വസ്തനായ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷയുടെ പുൽമേടുകൾക്ക് കാവൽ നിൽക്കുന്ന രാജ്യത്തിന്റെ കാവൽ ഭടൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിനായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ആപാലവൃദ്ധം ജനങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള എറണാകുളം DCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിനായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കേരളത്തിന്റെ പ്രതിഭാധനനായ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ അണിനിരന്നുകൊണ്ട് എറണാകുളം DCCയുടെ അമരക്കാരൻ ശ്രീ മുഹമ്മദ് ഷിയാസ് നയിക്കുന്ന നൈറ്റ് മാർച്ചിനായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി നാടും നഗരവും വിളക്ക് മറിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ സമരജ്വാലകൾ ഉയർത്തിക്കൊണ്ട് ഇതായി വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്.